SLC +2 എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ ഒരു വഴിത്തിരിവിലാണ്, ക്രോസ് റോഡ്സിലാണ്. പിന്നെ അവർക്ക് എന്ത് ചെയ്യണം, ഇനി എന്താണ് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ളത് എന്നൊരു സംശയം എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട്. അതെൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ മാതാപിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും കുട്ടികൾക്ക് ആ സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന പ്രായം ആയിരിക്കണമെന്നില്ല. ചില കുട്ടികൾ ഡിസിഷൻ എടുക്കാറുണ്ട്. മാതാപിതാക്കൾ സഹായിക്കാൻ ശ്രമിക്കും, പക്ഷെ ചിലപ്പോൾ നിർബന്ധിച്ച് കുട്ടിയെ മാറ്റി ഒരു ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, IAS ആക്കണം എന്ന് വിചാരിച്ച് പ്രഷറൈസ് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ സൊസൈറ്റിയിൽ കാണാറുണ്ട്. പക്ഷെ അത് കുട്ടികൾക്ക് തന്നെ പ്രയാസമാവും. ലോങ് ടേം ആയിട്ട് ചിലപ്പോൾ ഒരു നഷ്ടത്തിലായിരിക്കും. നമ്മുടെ പ്രൊഫഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്താലേ അത് സക്സസ്ഫുൾ ആവും. അപ്പോൾ മാതാപിതാക്കൾ കുട്ടികളുടെ കൂടെ ഇരുന്ന് സമയം ചെലവഴിച്ച് അവരുടെ ജീൻസ്, അതായത് ജനിതകം ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ പാഷൻ, ഇൻട്രസ്റ്റ് നോക്കി അതനുസരിച്ച് തിരിച്ചു വിടുക, ഗൈഡായിട്ടും സപ്പോർട്ടുമായിട്ട് ചെയ്യുക. അല്ലാതെ അവരെ ഫോഴ്സ് ചെയ്ത് ഇന്ന രീതിയിലാവണം എന്ന് പറയുമ്പോൾ തൽക്കാലം ചിലപ്പോൾ ശരിയാവും, പിന്നെ ശരിയാവണം എന്നില്ല. കാര്യം എനിക്കറിയാം, ഒരു എഞ്ചിനീയറിംഗ് വളരെ ഇഷ്ടമായ ഒരു കുട്ടി എൻ്റെ ജൂനിയറായിരുന്നു. അതിനെ പിടിച്ച് ഡോക്ടറാക്കാൻ ശ്രമിച്ചു മാതാപിതാക്കൾ. എന്നിട്ട് ഡെഡ് ബോഡിയുടെ മുമ്പിൽ ഡിസെക്ട് ചെയ്യാനിരിക്കുമ്പോൾ മാത്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് വെറുപ്പായിരുന്നു. ആ കുട്ടി വളരെ പ്രയാസപ്പെട്ടു. കുറേ നാൾ കഴിഞ്ഞ് ഇട്ടിട്ട് പോകേണ്ട സ്റ്റേജ്. അങ്ങനെ ഒരു സ്റ്റേജാണ്, അങ്ങനെ ഫോഴ്സ് ചെയ്തു. അതാണ് എനിക്ക് പറയാനുള്ളത്. ചിലർ പറയാറുണ്ട്, മീനിനെ കൊണ്ട് മരം കയറാൻ പഠിപ്പിക്കുന്നത് ശരിയാണോ? അപ്പം നമ്മുടെ കുട്ടി മീനാണോ, ഇത് ഞാൻ പറയുന്നില്ല, എന്താണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതനുസരിച്ചുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്യാനായിട്ട് ഗൈഡ് ചെയ്ത് വിടണം. അതിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എല്ലാ കുട്ടികൾക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു.